എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോ BSNL D2D സർവീസിനെ കുറിച്ചാണ്. ഡയറക്റ്റ് ടു ഡിവൈസ് എന്നതാണ് D2Dയുടെ പൂർണ്ണരൂപം. മൊബൈൽ നെറ്റ്വർക്ക്, വൈഫൈ നെറ്റ്വർക്ക് എന്നിവ ലഭ്യമല്ലാത്ത സാഹചര്യങ്ങളിൽ അടിയന്തര ആവശ്യങ്ങൾക്ക് ഉപകരിക്കുന്നതാണ് ഈ സംവിധാനം. സിം കാർഡ്, മൊബൈൽ ടവറുകൾ, വൈഫൈ നെറ്റ്വർക്ക്സ് എന്നിവയുടെ സഹായമില്ലാതെ നേരിട്ട് 36,000 കിലോമീറ്റർ ഉയരത്തിലുള്ള ജിയോ സ്റ്റേഷനറി L ബാൻഡ് ഉപഗ്രഹങ്ങളെയും സ്മാർട്ട് ഫോണുകളെയും തമ്മിൽ ബന്ധിപ്പിച്ച് അടിയന്തര സാഹചര്യങ്ങളിൽ കോളുകൾ ചെയ്യാനും മെസ്സേജ് അയക്കാനും സാധിക്കുന്ന സംവിധാനമാണ് D2D സർവീസ്. ഈ സർവീസ് ഉപയോഗിച്ച് UPI പേയ്മെന്റ് നടത്താനും പറ്റും എന്ന് പറയപ്പെടുന്നു. BSNL വിയാസാറ്റ് എന്ന അമേരിക്കൻ കമ്പനിയുമായി ചേർന്നാണ് ഈ സർവീസ് ആരംഭിക്കാൻ പോകുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ കൃത്രിമോപഗ്രഹങ്ങൾ വഴി ഇന്റർനെറ്റ് സേവനം നൽകുന്ന മുൻനിര കമ്പനികളിൽ ഒന്നാണ് വിയാസാറ്റ്. ഇന്ത്യയിൽ വാർത്താവിനിമയ സംവിധാനങ്ങൾ ഇല്ലാത്ത എത്രയോ വിദൂര ഗ്രാമങ്ങൾ ഉണ്ട്. അത്തരം സ്ഥലങ്ങളിൽ വളരെയധികം ഉപകാരപ്പെടും D2D സർവീസ്. സ്മാർട്ട് ഫോണുകളിൽ മാത്രമല്ല, സ്മാർട്ട് വാച്ച്, കാറുകൾ എന്നിവയിലും ഇത് ഉപയോഗിക്കാം. ഇൻഡസ്ട്രിയൽ ആവശ്യങ്ങൾക്കും ട്രാൻസ്പോർട്ട് ഓപ്പറേറ്റർമാർക്കും D2D സർവീസ് ഉപയോഗിക്കാം. അടിയന്തര സാഹചര്യങ്ങളിലോ പ്രകൃതി ദുരന്തങ്ങളിലോ ഈ സംവിധാനം വളരെയധികം ഉപകാരപ്രദമാകും. നോൺ ടെറസ്ട്രിയൽ നെറ്റ്വർക്ക് അഥവാ NTN കണക്ടിവിറ്റിയുള്ള ഉപകരണങ്ങളിൽ മാത്രമേ D2D സർവീസ് ഉപയോഗിക്കാൻ പറ്റൂ. ഗൂഗിൾ പിക്സൽ 9 സീരീസിലുള്ള പല ഫോണുകളിലും സാറ്റലൈറ്റ് SOS സർവീസ് ലഭിക്കും. ഇവയിൽ കൂടി മെസ്സേജ് അയക്കാൻ പറ്റും. പക്ഷേ നിലവിൽ ഈ സർവീസ് അമേരിക്കയിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. അമേരിക്കയിൽ തന്നെ ഹുവായി, അലക്സ എന്നിവിടങ്ങളിൽ ഇത് ലഭ്യമല്ല. 2 വർഷത്തോളം മാത്രമേ ഈ സംവിധാനം ഗൂഗിൾ പിക്സൽ 9 ഫോണുകളിൽ സൗജന്യമായി ലഭിക്കുകയുള്ളൂ എന്നാണ് ചില വെബ്സൈറ്റുകളിൽ കാണുന്നത്. അതിനുശേഷം പണം ഈടാക്കും എന്നും കാണുന്നു. iPhone 14, 15, 16 എന്നിവയിലും സാറ്റലൈറ്റ് കണക്ടിവിറ്റി ലഭിക്കും. ഈ ഫോണുകളിൽ കൂടി എമർജൻസി മെസ്സേജുകളും SOS മെസ്സേജുകളും അയക്കാനും സ്വീകരിക്കാനും പറ്റും. പക്ഷേ 2 വർഷം മാത്രമേ സൗജന്യമായി ഈ സേവനം ലഭിക്കൂ. അതിനുശേഷം ചാർജ് ഈടാക്കും എന്നാണ് ഓൺലൈൻ വെബ്സൈറ്റുകളിൽ കാണുന്നത്. എല്ലാ രാജ്യങ്ങളും ഈ സർവീസ് ലഭ്യമല്ല എന്നും കാണുന്നു. ഈ സേവനത്തിലൂടെ അടിയന്തര മെസ്സേജുകൾ മാത്രമേ അയക്കാൻ പറ്റൂ. ലോകത്തിലെ ആദ്യത്തെ കൃത്രിമോപഗ്രഹങ്ങൾ വഴി കോൾ വിളിക്കാൻ പറ്റുന്ന ഫോൺ ഹുവായി മേറ്റ് 60 Pro ആണെന്ന് ചില ഓൺലൈൻ വെബ്സൈറ്റുകൾ കാണുന്നുണ്ട്. പക്ഷേ ചൈനയിൽ മാത്രമേ ഇത് പ്രവർത്തിക്കൂ എന്നും ചില വെബ്സൈറ്റുകൾ കാണുന്നുണ്ട്. ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് ഡയറക്റ്റ് ഫോണിൽ കിട്ടില്ല. അതിനായി സ്റ്റാർലിങ്ക് സാറ്റലൈറ്റ് ഡിഷ് ആന്റിന, സ്റ്റാർലിങ്ക് റൂട്ടർ എന്നിവ ആവശ്യമാണ്. BSNL വിയാസാറ്റുമായി ചേർന്ന് നോൺ ടെറസ്ട്രിയൽ നെറ്റ്വർക്ക് കണക്ടിവിറ്റി ഉള്ള ഒരു ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണിൽ D2D സേവനം പരീക്ഷിച്ചു എന്നാണ് വാർത്തകളിൽ കാണുന്നത്. ഏതാണ് ഈ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ എന്ന കാര്യം വ്യക്തമല്ല. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.